തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി കഴിഞ്ഞതോടെ ആകപ്പാടെ പ്രശ്നമാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ CPIM ഭരിക്കുന്ന അവസ്ഥയായി. കാരണം CPIMന് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത വാർഡുകളാണ് ഏറെയും. ഇത് CPIMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ അനന്തരഫലമാണെന്ന് കോൺഗ്രസുകാർ പറയുന്നു. ഭീഷണികളെ ചെറുക്കാൻ കഴിയാത്തതുകൊണ്ടെന്ന് കെ സുധാകരൻ തന്നെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ പിന്നെ പോലീസ് മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പി ജയരാജൻ തിരിച്ചടിക്കുന്നു. സുധാകരനും ജയരാജനും നയിക്കുന്ന കണ്ണൂർ തെരഞ്ഞെടുപ്പ് സംവാദമാണ് ഇനി. തുടങ്ങിക്കൂടെ ഞാൻ CPM-ഓട് ചോദിക്കുന്നത്, ഇവിടെ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് രംഗാണല്ലോ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. പ്രവർത്തകന്മാരെ CPM-ന്റെ ഭീകരതയുടെ ചട്ടക്കൂടിൽ അടിച്ചമർത്തി ഭീഷണിപ്പെടുത്തി ഒരു നിയോജക മണ്ഡലം കയ്യിൽ വെക്കുന്ന CPM. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോലും കഴിയാത്തൊരു പാർട്ടിക്ക് പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്താ അവകാശം? ഞങ്ങളെ ഇപ്പൊ കണ്ണൂർ ഞങ്ങൾക്കെതൊരു പുത്തരിയൊന്നല്ല. ജില്ലയിൽ ഉള്ള പോലീസിനോട് അന്വേഷിച്ചു, ഇങ്ങനെ വല്ല പരാതിയും ആരെങ്കിലും നൽകിയിട്ടുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് ഒരു പരാതിയും ലഭിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? അത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നിങ്ങളുടെ പാർട്ടി ഒലിച്ചു പോകുമോ? ഇപ്പൊ വന്നിട്ടുള്ള ഇത്ര എന്താ? ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ അവകാശമുണ്ടെന്ന് ഏത് അർത്ഥത്തിൽ, ഏത് തലത്തിലാണ് അവർ അവകാശപ്പെടുന്നത്? ഇതൊക്കെ കോൺഗ്രസുകാര് മുൻകാലത്തും ഇതുപോലെയുള്ള വെല്ലുവിളികളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ അരിച്ചു പെറുക്കിയാൽ കാണാത്ത വിധം ജനങ്ങളിൽ നിന്ന് ആ പാർട്ടി ഒറ്റപ്പെട്ടിരിക്കും. അതില് ഒറ്റപ്പെട്ടിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങോട്ട് ആദ്യം രാജിവെക്കുക. എനിക്ക് ജനങ്ങൾക്കാകെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടയാളാണ് വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്ന നിലക്ക് തന്റെ കഴിവുകേട് ചെന്നിത്തല പറയട്ടെ. പോലീസിന് എല്ലാ ആളുകൾക്കും, ഓരോ കോൺഗ്രസുകാരന്റെയും വീടിനും പ്രവർത്തകർക്കും ഇത് കൊടുക്കാൻ പറ്റുമോ? സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ? വെറുതെ പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ പ്രസംഗിച്ചാൽ പോരല്ലോ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വത്തിന്റെ പോരാട്ടമാണ്, നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ജനമെതിരെ, സമൂഹമെതിരെ എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തുകൾ സംരക്ഷിക്കാൻ അന്തം വിട്ടവൻ എന്തും ചെയ്യും എന്ന് പറയുന്നത് പോലെ അന്തം കെട്ട CPM എന്തും ചെയ്യും കണ്ണൂർ ജില്ലയിൽ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടുന്നു. നേരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടാ പറയേണ്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ആഭ്യന്തര വകുപ്പിന് കാര്യങ്ങൾ നിയന്ത്രിക്കാനാവുന്നില്ല എന്നുള്ള വിമർശനം കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. സംസ്കാരമുണ്ടോ? യഥാർത്ഥത്തിൽ കൾച്ചറുണ്ടോ? ആഭ്യന്തര വകുപ്പ് സാമൂഹ്യ ബോധമുണ്ടോ? ഈ നേതാവിന്റെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്. എങ്ങോട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നതിന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാ? ചാനൽ ചർച്ചയിൽ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ നടന്നില്ല എന്ന് എങ്ങനെ മുഖത്ത് നോക്കില്ലായത്തോട് പറയുന്നു. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ 14 വാർഡുകളിലാണ് LDF-ന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് പോകുന്ന ഒരു പാർട്ടി അവസാനത്തെ നിലനിൽപ്പിന് 2 കൈയും കാലും ഇട്ടടിച്ച് വെള്ളത്തിൽ വീണൊരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ അവസാനത്തെ കൈയാണ് ഈ അക്രമം എന്നതാണ് ഞങ്ങളെ വിലയിരുത്തൽ. CPM-ന്റെ ഭീഷണി കൊണ്ട് ഞങ്ങൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും പറഞ്ഞു ചിരിക്കുന്നത് അതല്ല റിയാലിറ്റി. നിങ്ങൾ എന്താ ഇങ്ങനെ പറയും? നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, അവിടെ പാപ്പിനിശ്ശേരി, കല്യാശ്ശേരി ബൂത്തജന്മാരെ ഇപ്പോഴും ഞങ്ങൾ ഇരിക്കുന്നെങ്ങനെയാ? ഏജന്റ് എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ കണ്ണൂർ കൊണ്ടുവന്ന് താമസിപ്പിക്കുക. രാവിലെ ഇവിടുന്ന് വണ്ടിയിൽ സംരക്ഷണത്തോടു കൂടി കൊണ്ടുപോയി ബൂത്തിലിറക്കുക. ചായയും പഴവും ബന്നും കൈ കൊടുക്കുക. പുറത്തിറങ്ങണ്ടെന്ന മൂത്രമൊഴിക്കാൻ മുട്ടിയ ജല്ലൂട്ട പിടിച്ചോന്ന ഒരു ആളുകൾ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ കയറി ചെന്ന് വീടാക്രമിച്ച് പട്ടിയെ കൊന്ന് കിണറ്റിലിട്ട് തള്ളിയ ഒരു പാർട്ടിയിൽ നിന്ന് ഏത് ജനാധിപത്യം? ഓക്കെ, താങ്ക് യു. സ്ഥാനാർത്ഥിയാകാൻ ഒരാളെ കിട്ടാത്ത അവസ്ഥ കോൺഗ്രസിനുണ്ടോ? കണ്ണൂരിൽ പേടിയിലും ഭീഷണിയിലും പെട്ടുപോകാറുണ്ട്. എന്നാൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ 14 വാർഡുകളിൽ നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടോ?
സീറ്റ് കിട്ടാതെ നിരാഹാരം കിടക്കുന്നവരെയെങ്കിലും അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാമായിരുന്നു. ഒരു നിരാഹാരക്കാരനെ ഡെമോക്രസി കാട്ടിത്തരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു ആത്മഹത്യ ചെയ്യാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷെ ഞാൻ നിരാഹാരം ഇരിക്കുമ്പോൾ ഞാൻ സ്വയം മരിക്കപ്പെടും. കണ്ണീർ കിനാവിൻ്റെ ഉള്ളിൽ നീറും കൈത്തിരി നാളം